Hey guys, welcome back to my channel. And ഇന്നത്തെ ഒരു പരിപാടി ഗെറ്റ് റെഡി വിത്ത് us. ഇതാണ് ആദ്യ. അത് പറയുമ്പോഴത്തേക്കും അടിച്ചു പോവുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ മാമാത്തിൻ്റെ സൺസ്ക്രീനാണ് എടുക്കുന്നത്. നല്ല ഹൈഡ്രേഷൻ തരും നമ്മളെ മുഖത്തൊക്കെ, അടിപൊളിയാണ്. അവളത് വെറുതെ മുഖത്ത് ഇങ്ങനെ തട്ടണ മാത്രമേ ഉള്ളൂ, ഒന്നും മുഖത്താവുന്നില്ല ഗൈസ്. വെറുതെ എന്തൊരു കുളത്തിന് മാത്രം ഒന്ന് സൺസ്ക്രീൻ ഒന്ന് മുഖത്ത് വെക്കുന്നു അത് മാത്രമേ കാണൂ. അവളെ തലയിലൊക്കെ പിന്നെയുണ്ട്. ഞാൻ വീഴുമ്പോഴേക്ക് കളിക്കാൻ. ഇതാണ് അല്ലു, ആദ്യൻ്റെ അനിയനാണ്. അവൻ എന്തൊക്കെയോ പറയാൻ കേട്ടോ. അടുത്തത് നമ്മൾ ഒരു ക്രീമാണ്. എന്ത് ക്രീമാണെന്ന് എനിക്കറിയില്ല. ഒരു വൈറ്റനിങ് ക്രീമാണ്, അടിപൊളിയാട്ടോ. ഞാൻ ഫൗണ്ടേഷനൊക്കെ പകരം അതാണ് ഇടല്. ഇങ്ങനെ ഞങ്ങൾ ഫുൾ തേച്ച് കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത നമ്മൾ ഹൈലൈറ്ററാണ്. ശരിക്കും അത് ഐ ഷാഡോ പാലറ്റാണ്. സോ അടുത്ത ഹൈലൈറ്റർ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അതാണ് കേട്ടോ, ചെറുതായിട്ട് ക്രാക്കൊക്കെ ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കുക അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് അത് കയ്യിലാക്കിയിട്ട് കൈ കൊണ്ടിടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ബ്രഷ് കൊണ്ടിടാലോ വിചാരിച്ചു. ഞാൻ അവൾക്ക് ഇട്ടെടുക്കാം കേട്ടോ, അല്ലെ അവൾ ഫുൾ എടുത്ത് തേക്കും. ഞാനിവിടെ എനിക്ക് കണ്ണാടിയില്ലാതെ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രീം ഞാനത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബട്ട് ഈ ഹൈലൈറ്ററും ഐ ഷാഡോയും മസ്കാരയും ഐലൈനറൊന്നും എനിക്ക് കണ്ണാടിയില്ലാതെ പറ്റില്ല. അപ്പം ഇനി നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. രണ്ടുണ്ടാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അവൾ എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഞാൻ എടുത്തു. അപ്പോഴാണ് അവൾക്ക് മിറർ വേണം പറഞ്ഞ്, ഞാൻ മിറർ കാണിച്ചെടുത്ത് അവൾ താഴ്ന്ന് കുഞ്ഞൊക്കെ
എങ്ങനെയൊക്കെയോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഗ്യാസിന് ഞാൻ ഇട്ടേ, എനിക്ക് മിററില്ലാണ്ട് പറ്റില്ല. അപ്പോഴാണ് അവൾ വെറുതെ പട്ടി ഷോ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാൻ എടുത്ത് കൊണ്ടുവന്നത്. അടുത്ത് എന്തോ മറന്നല്ലോ എന്ന് ആലോചിക്കും. അപ്പോൾ അത് കൂടി ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ബാൻഡൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഔട്ട്ഫിറ്റ്. അവളെ തലയിൽ നിന്നൊരു ഇല കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ റൂം വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ ക്രിസ്മസ് ലുക്കിന് കുറച്ച് ഇലകളൊക്കെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒന്ന് പൊടിഞ്ഞ് വീണതാണ് എന്ന് തോന്നുന്നു. അടുത്ത ഇതൊരു മാലയാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയാണ് ഗൈസ്. അപ്പോഴാണ് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ സീക്രട്ടും കൊണ്ടുവരികയാണ്. ഇതാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. എനിക്ക് ആദ്യം ഒട്ടും മുടിയില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് വളർന്ന് തുടങ്ങിയത്. ഞാൻ 1 മാസമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യും. നൈസ്. ഇത്രയും വളർന്നു. എനിക്ക് ആകെ ഫുൾ ബോയ് കട്ട് അടിച്ച് അപ്പം തന്നെ അത് ഒരു തുള്ളി വളരും, അവിടെ തന്നെ സ്റ്റക്കായിരിക്കും. അത് തന്നെയായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മുടി വളരാൻ തുടങ്ങി. ഞാനൊരു വെറുതെ ഒരു ഹെയർ ക്ലിപ്പ് വെച്ചെടുക്കുന്നു, വെറുതെ ഒരു സ്റ്റൈലിന് മാത്രം. പിന്നെ ഗൈസ്, ഈ ഒരു മാല ഒരു പാർണേ പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അടിപൊളിയാട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സിറ്റും കൂടി ഉണ്ട്. ഒരു എന്തായിരുന്നു, ഒരു നെക്ലേസും ഒരു 3 കമ്മലുള്ള ഒരു സെറ്റും ഉണ്ടായിരുന്നു. അതിനാകെ 89 റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണിപ്പം അവളെ കയ്യിലുള്ളത്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന മാല. ഫോക്കസ് ആയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ക്യാമറ വെച്ചത് നേരെ കാണിച്ചു. ഞാൻ ഊരിയെടുത്തു. അപ്പോഴാണ് എനിക്കയാൾ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് മാല ഇടാൻ കഴിയില്ല, കാരണം കയ്യിൽ ഫുള്ള് ഓയിലി ടെക്സ്ചറായിരുന്നു. സൺസ്ക്രീൻ എൻ്റെ മുഖത്തുള്ള എണ്ണയും ഒക്കെ കൂടെ മിക്സായിട്ട് ഇങ്ങനെ വഴുക്കി പോയിരുന്നു. അപ്പം എനിക്ക് അവൾ ഇട്ടുന്നു. അവൾ കുറച്ച് സൺസ്ക്രീൻ ആയിട്ടുള്ള അവൾക്ക് അങ്ങനെ സൺസ്ക്രീന് ഒന്നും ഇഷ്ടമില്ല. ഇതാണ് മാല, അടിപൊളിയാണ്. അപ്പോഴാണ് എന്തോ സാധനം മറന്നല്ലോ. അതാണ് ലാസ്റ്റ് അവൾ ഷോൾ കണ്ടുന്നത്. അറ്റ് ലാസ്റ്റ് ഗൈസ്, നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് ബൈ.